അവൾ കാണിക്കുന്നത് കണ്ട് കിച്ചുവിന് ചിരി വരുന്നുണ്ടായിരുന്നു. ഇതിവിടെയെങ്ങുമില്ല, ഇനി വേണേൽ വന്നെടുക്കട്ടെ കോപ്പ്. അതും പറഞ്ഞ് താഴേക്ക് പോകാൻ നിന്ന അച്ചുവിൻ്റെ കയ്യിൽ കിച്ചു പിടിച്ചു നിർത്തി. അച്ചുവിൻ്റെ നെഞ്ചിൽ കൂടെ ഒരു മിന്നൽ കടന്നുപോയി. തൻ്റെ കയ്യിൽ പിടിച്ചിരിക്കുന്ന അവൻ്റെ കൈകളിലേക്ക് അച്ചു നോക്കി. തൻ്റെ കൈത്തണ്ടയിൽ പിടിച്ചിരിക്കുന്ന അവൻ്റെ കൈകൾ കാണെ അച്ചുവിൽ ഒരു വെപ്രാളം ഉടലെടുത്തു. സന്തോഷമാണോ വെപ്രാളമാണോ എന്ന് തിരിച്ചറിയാൻ പറ്റാതെ അവൾ അവനെ നോക്കി. അവൻ്റെ മുഖത്തൊരു കള്ളച്ചിരിയാണ്. ഉഫ്, അച്ചുവിൻ്റെ മനസ്സൊന്ന് പതറിപ്പോയി. അച്ചൂട്ടിയെ. അച്ചുവിൻ്റെ കാതിൽ അവൻ്റെ ശബ്ദം അലയടിച്ചു. കിച്ചുവിൽ വീണ്ടും ആ കുസൃതിച്ചിരി തന്നെ. അച്ചു തൻ്റെ കൈത്തണ്ടയിൽ പിടിച്ചിരിക്കുന്ന അവൻ്റെ കൈകളിലേക്ക് നോക്കി. എന്താ കിച്ചേട്ടാ? തൻ്റെ ഉള്ളിലെ മാറ്റം എന്തെന്നവൻ അറിയാതെയിരിക്കാൻ പരമാവധി ശ്രമിച്ചുകൊണ്ട് അവനെ നോക്കി ചോദിച്ചു. എന്നിട്ടും മനസ്സ് അവനിലേക്ക് തുള്ളിച്ചാടുകയായിരുന്നു. ഞാനൊരു കാര്യം പറയട്ടെ? കിച്ചുവിൽ നിന്നൊരു പതിഞ്ഞ ശബ്ദം. അത് കൊണ്ടത് അച്ചുവിൻ്റെ ഹൃദയത്തിലായിരുന്നു. അത്രയ്ക്ക് പതിഞ്ഞിരുന്നു അവൻ്റെ ശബ്ദം. എന്താ കിച്ചേട്ടാ? എന്താണെന്നറിയാനുള്ളൊരു ആകാംക്ഷയിൽ അച്ചുവിൻ്റെ ഹൃദയം തുടികുട്ടി. കേൾക്കാൻ പോകുന്നത് തനിക്ക് സന്തോഷം നൽകുന്നതാണെന്ന് ഹൃദയത്തിൽ നിന്നാരോ പറയുന്നത് പോലെ. കിച്ചു ശ്വാസമൊന്ന് ആഞ്ഞു വലിച്ചു. അവനിൽ ഒരു പരിഭ്രമം നിറഞ്ഞു. എങ്ങനെയാണ് ഈ പെണ്ണിനോട് ഞാനെൻ്റെ ഇഷ്ടം പറയുക? കിച്ചുവിൽ ആശങ്ക നിറഞ്ഞു. അച്ചു അവൻ എന്താണ് പറയാൻ പോകുന്നത് എന്ന് കേൾക്കാനുള്ള ആകാംക്ഷയിൽ അവനെ തന്നെ ദൃഷ്ടി പതിപ്പിച്ച് നിൽക്കുകയാണ്. കിച്ചു അവൾക്കടുത്തേക്ക് ചേർന്ന് നിന്നു. അച്ചുവിൽ ഒരു ഞെട്ടലുണ്ടായി. തൻ്റെ പ്രിയപ്പെട്ടവൻ തനിക്ക് തൊട്ടടുത്ത്. അച്ചുവിൻ്റെ നെഞ്ച് ഹൈ സ്പീഡിൽ ഇടിക്കാൻ തുടങ്ങി. അച്ചു. കിച്ചു പതിയെ അവളെ വിളിച്ചു. ഏതോ മായാലോകത്തെന്ന പോലെ അച്ചു അവനെ നോക്കി. പോരുന്നോ എൻ്റെ പ്രാണനായി, എൻ്റെ ജീവനായി, എൻ്റെ പ്രണയമായി? ഈയൊരായുഷ്കാലം തീരുവോളം എനിക്ക് കൂട്ടാവാൻ സമ്മതാണോ അച്ചുട്ടിയെ? കിച്ചു അല്പം സാഹിത്യം കലർത്തി പറഞ്ഞതും കേട്ടത് സത്യമാണോ മിഥ്യയാണോ എന്നറിയാതെ തറഞ്ഞു നിൽക്കുകയാണ് അച്ചു. താനൊരു സ്വപ്നലോകത്താണോ എന്ന് പോലും അവൾ ഓർത്തു. എന്തിനെന്നില്ലാതെ നെഞ്ചു പിടഞ്ഞു. കണ്ണുകളിൽ ഒരു പിടപ്പ് അനുഭവപ്പെട്ടു. എന്താണ് കിച്ചേട്ടൻ പറഞ്ഞത്? അച്ചുവിന് എന്താണ് ചെയ്യേണ്ടതെന്നറിയാതെ ഒരുക്കി. ദൈവമേ, പെണ്ണിൻ്റെ കാറ്റു പോയോ? കിച്ചു ആത്മഗതിച്ചുകൊണ്ട് അവളെ നോക്കി. ഇട്ടിരിക്കുന്ന ചുരിദാറിൽ കൈകൾ മുറുക്കിയിട്ടുണ്ട്. കണ്ണുകളിൽ ഒരുതരം പിടപ്പ്. ചെന്നിയിൽ കൂടെ വിയർപ്പൊഴുകുന്നുണ്ട്. അച്ചു. അനക്കമില്ലാതെ നിൽക്കുന്നവളെ നോക്കി കിച്ചു വിളിച്ചു. ആ കിച്ചേട്ടാ, എപ്പോൾ വന്നു? ഞാനെന്താ ഇവിടെ? ബോധമില്ലാതെ സംസാരിക്കുന്നവളെ കണ്ടപ്പോൾ തന്നെ കിച്ചുവിന് മനസ്സിലായി അതിൻ്റെ ഉള്ള ബോധം കൂടി പോയെന്ന്. ഞാൻ പറഞ്ഞത് വല്ലതും കേട്ടോ നീ? എന്തുവാ? ഓ, ഇതിനെക്കൊണ്ട്. അച്ചൂസേ, ഈയൊരു കാലം എൻ്റെ കൂടെ ജീവിക്കാൻ സമ്മതാണോ നിനക്ക്? അതും കൂടെ കേട്ടതും അച്ചുവിൻ്റെ കിളികൾ പറന്നു. ഒരു നിമിഷം എന്തോ ആലോചിച്ച് അച്ചു ഞെട്ടി അവനെ നോക്കി. കിച്ചു ഒരു കള്ളച്ചിരിയോടെ അവളെ തന്നെ നോക്കി നിൽക്കുകയാണ്. ആ കിച്ച് സത്യ? പകുതി വാക്കുകൾ കിട്ടാതെ അച്ചു തപ്പി തടഞ്ഞു. എനിക്കിഷ്ടമാണ് ഈ അരപ്പിരി ലൂസായ പെണ്ണിനെ, എൻ്റെ കണ്ണൻ്റെ കുഞ്ഞി പെങ്ങളെ, അച്ഛൻ്റെയും അമ്മയുടെയും അച്ചൂട്ടിയെ. എങ്ങനെയാണ് എപ്പോഴാണ് എന്നൊന്നും എനിക്കറിയില്ല. പക്ഷേ ഈ നിഖിൽ മഹാദേവ് എന്ന എനിക്ക് ഇഷ്ടമാണ്. ഈ ആര്യക്കൊച്ചിനെ പ്രണയമാണ്. ഈയൊരു കാലം കൂടെ കൂട്ടാൻ മനസ്സ് തുടികൂട്ടുന്നുണ്ട്. കിച്ചു പറയുന്ന വാക്കുകൾ വരവേറ്റത് അവളുടെ കാതുകളായിരുന്നില്ല, അവളുടെ ഹൃദയമായിരുന്നു. അച്ചുവിൽ സന്തോഷമാണോ സങ്കടമാണോ എന്നറിയാത്ത വിധം ഒരു പിടപ്പ് അനുഭവപ്പെട്ടു. സമ്മതാണോ അച്ചൂട്ടിയെ? വീണ്ടും തൻ്റെ പ്രിയപ്പെട്ടവൻ്റെ ശബ്ദം കാതിൽ പതിഞ്ഞതും നിമിഷങ്ങളോ ചുറ്റുപാടുകളോ നോക്കാതെ അവൾ അവൻ്റെ നെഞ്ചിൽ ചാഞ്ഞിരുന്നു. കണ്ണുകൾ നിറഞ്ഞു. അതവൻ്റെ ബനിയനിൽ പതിയുന്നതറിഞ്ഞതും കിച്ചു ഒരു പിടച്ചിലോടെ അവളെ തന്നിൽ നിന്ന് അടർത്തി മാറ്റി. എന്താ? എന്തിനാ കരയണേ? കിച്ചുവിൽ പരിഭ്രാന്തി നിറഞ്ഞു. എനിക്ക് കിച്ചേട്ടനെ ഇഷ്ടമാണ്. കണ്ണേട്ടനെയോ അജിതേട്ടനെയോ പോലെയല്ല. എനിക്ക് സമ്മത. ഐ ലവ് യു. അച്ചു പറഞ്ഞു നിർത്തുമ്പോൾ കിച്ചുവിലൊരു ചിരി വിടർന്നു. അപ്പോൾ എങ്ങനെയാ, പ്രണയിച്ചു തുടങ്ങല്ലേ? കിച്ചുവിൻ്റെ ആ ചോദ്യത്തിൽ കുസൃതി നിറഞ്ഞിരുന്നു. അച്ചുവിൻ്റെ ചുണ്ടിൽ ഒരു പുഞ്ചിരി വിരിഞ്ഞു. പെട്ടെന്ന് തന്നെ അത് മായുകയും ചെയ്തു. അത് അപ്പച്ചിയും അമ്മാവനും അവർക്ക് ഇഷ്ടമായില്ലെങ്കിലോ?
അച്ചുവിൽ വിഷമം നിറഞ്ഞു. ഇഷ്ടായില്ലെങ്കിൽ? അല്ല, കണ്ണേട്ടൻ്റെ കാര്യത്തിൽ എനിക്ക് പേടിയില്ല. ഇപ്പോൾ ഇങ്ങനെയൊരു അവസരം ഒരുക്കി തന്നത് നിങ്ങളുടെ പുന്നാര ചേട്ടനല്ലേ? അച്ചു കുറുമ്പോടെ പറഞ്ഞതും കിച്ചു അവളെ നോക്കി ചിരിച്ചു കാണിച്ചു. പക്ഷേ അപ്പച്ചിയും അമ്മാവനും അവർക്ക് ഇഷ്ടമായില്ലെങ്കിൽ എന്നോട് ദേഷ്യം തോന്നില്ലേ? എന്നോട് പിന്നെ അവർ മിണ്ടില്ല. അച്ചുവിൻ്റെ കണ്ണുകൾ പെട്ടെന്ന് നിറഞ്ഞു. അച്ചു, നിന്നോട് എനിക്ക് തോന്നിയ ഇഷ്ടം ആദ്യം ഞാൻ തുറന്നു പറഞ്ഞത് എൻ്റെ കണ്ണനോടാണ്. എന്നാൽ നിന്നോട് തുറന്നു പറയുന്നത് എൻ്റെ അച്ഛൻ്റെയും അമ്മയുടെയും പൂർണ്ണ സമ്മതത്തോടെയാണ്. അവളെ നോക്കി കണ്ണു ചിമ്മിക്കൊണ്ട് കിച്ചു പറഞ്ഞതും കേട്ടത് സത്യമാണോ എന്ന അമ്പരപ്പ് അച്ചുവിൽ നിറഞ്ഞു. അത് കേട്ടിട്ടാവണം കിച്ചു അവളെ ചേർത്ത് നിർത്തി. അവർക്ക് സമ്മതമാണ് നിന്നെ മരുമകളാക്കി കൂടെ കൂട്ടാൻ. കിച്ചു അത് പറഞ്ഞതും അച്ചു കുറുമ്പോടെ കിച്ചുവിൻ്റെ കവിളിൽ ആഞ്ഞൊരു കടി കൊടുത്തു. പിന്നെ അവിടെ നിൽക്കാതെ താഴേക്ക് ഒറ്റ ഓട്ടം വെച്ച് കൊടുത്തു. ഈ പട്ടിക്കുട്ടി! അവൾ കടിച്ച ഭാഗത്ത് തൻ്റെ വലതുകൈ വെച്ചുകൊണ്ട് അവൻ പറഞ്ഞു, ഒപ്പം ചുണ്ടിലൊരു പുഞ്ചിരിയും. താഴേക്കിറങ്ങിയ അച്ചു അടുക്കളയിൽ പാത്രം കഴുകുന്ന ഗീതയെ പുറകിൽ നിന്നും ആഞ്ഞു പുണർന്നു. സന്തോഷമായോ എൻ്റെ കുട്ടിക്ക്? തിരിഞ്ഞു നിന്ന് അവളുടെ തലയിൽ തലോടിക്കൊണ്ട് ഗീത ചോദിച്ചു. മറുപടിയായി അവരുടെ കവളിൽ പിടിച്ചു വലിച്ചൊരു ഉമ്മ കൊടുത്തു. താങ്ക് യു അപ്പച്ചി. അച്ചുവിന് എന്ത് പറയണമെന്ന് അറിയുന്നുണ്ടായിരുന്നില്ല. അതിൻ്റെ ആവശ്യമൊന്നുമില്ല കേട്ടോ. നിന്നെ അവനെ കൊണ്ട് കെട്ടിക്കണമെന്ന് ഞാൻ മുന്നേ കരുതിയതാ. എനിക്കെൻ്റെ കൊച്ചിനെ പിരിയാൻ വയ്യെന്നേ. പിന്നെ അവനായിട്ട് നിന്നെ ഇഷ്ടമാണെന്ന് പറഞ്ഞപ്പോൾ ഞാനാ പറഞ്ഞ് വേഗം ചെന്ന് നിന്നോട് പറയാൻ, ഗീത ചിരിയോടെ പറഞ്ഞു. മകനെ പ്രേമിക്കാൻ ഇങ്ങനെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരമ്മ, അച്ചു കുറുമ്പോടെ പറഞ്ഞു. മാത്രമല്ല എൻ്റെ മോനെ ഇതിലും നല്ലൊരു പണി അവൻ്റെ ജീവിതത്തിൽ കിട്ടാനില്ലെന്നേ. ഗീത പറഞ്ഞതും ആദ്യം മനസ്സിലായില്ലെങ്കിലും അല്പം നേരം കഴിഞ്ഞതും അച്ചുവിൻ്റെ കവിൾ വീർത്തു. അത് കണ്ട് ചിരിയോടെ ഗീത പണി തുടർന്നു. ഗീതയെ നോക്കി കോക്രി കാണിച്ചുകൊണ്ട് ഹാളിലേക്ക് നീങ്ങിയ അച്ചു അവിടെ സോഫയിൽ ഫോണും നോക്കിയിരിക്കുന്ന കണ്ണനെ കണ്ടതും ചവിട്ടിത്തുള്ളി അവൻ്റെ അടുത്തേക്ക് നടന്നു. വെറുതെ ഫോണിൽ നിന്ന് മുഖമുയർത്തി നോക്കിയ കണ്ണൻ തനിക്ക് നേരെ ചവിട്ടിത്തുള്ളി വരുന്ന അച്ചുവിനെ കണ്ടതും എന്തോ പന്തികേട് തോന്നി. പട്ടിച്ചേട്ടാ! അതും പറഞ്ഞു അച്ചുവൻ്റെ അടുത്തേക്ക് വേഗത്തിൽ നടന്നു വന്നു. അയ്യോ മോളെ, ഒന്നും ചെയ്യല്ലേ. എന്നാൽ അച്ചു അതൊന്നും കേൾക്കാതെ കണ്ണൻ്റെ കഴുത്തിൽ കുത്തിപ്പിടിച്ചു. കണ്ണൻ സോഫയിൽ നിന്ന് ബാക്കിലേക്ക് വളഞ്ഞുപോയി. വിടടി! കണ്ണൻ ആവുന്ന വിധം അച്ചുവിൻ്റെ കൈകൾ മൂച്ചിപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ട് പറഞ്ഞു. വിടില്ലട ചേട്ടാ. എവിടെ ചേട്ടൻ്റെ ബ്ലാക്ക് ബനിയൻ? ഒന്നുകൂടെ അവനിലെ പിടിമുറുക്കിക്കൊണ്ട് ചോദിച്ചു. കണ്ണൻ അച്ചുവിനെ ബാക്കിലേക്ക് ചെറുതായി തള്ളിയതും കണ്ണൻ്റെ കഴുത്തിൽ നിന്ന് അവളുടെ കൈ ചെറുതായി അയഞ്ഞു. ആ നിമിഷത്തിൽ തന്നെ കണ്ണൻ അവിടെ നിന്നും ഓടി. പിന്നാലെ അച്ചുവും. കണ്ണൻ ഓടിക്കയറിയത് കിച്ചുവിൻ്റെ മുറിയിലേക്കാണ്. പിന്നാലെ അച്ചുവും. എടാ ചേട്ടാ, മര്യാദയ്ക്ക് നിന്നോ. അതും പറഞ്ഞ് കണ്ണനെ അറ്റാക്ക് ചെയ്യാൻ നിന്നതും കണ്ണൻ നൈസായി മാറിയത് കൊണ്ട് അച്ചു ചെന്ന് വീണത് ഇവരുടെ കാട്ടിക്കൂട്ടൽ കണ്ട് കിളിപോയി ബെഡിലിരിക്കുന്ന കിച്ചുവിൻ്റെ നെഞ്ചത്തോട്ടായിരുന്നു. അമ്മേ! അവളെയും കൊണ്ട് ബെഡിലേക്ക് വീണതും കിച്ചു ഉറക്കെ വിളിച്ചു പോയി. കിച്ചു ആണേൽ ബെഡിൽ വീണ് അവനു മേലെയായി അച്ചുവും. കണ്ണനാണേൽ ദൈവമേ എന്ന എക്സ്പ്രഷൻ ഇട്ടുകൊണ്ട് രണ്ടിനെയും നോക്കുകയാണ്. വന്ന് പിടിച്ചു മാറ്റിടാ നാറി, നോക്കി നിൽക്കാണ്ട്. കിച്ചു അവരെ നോക്കി വിറച്ചു നിൽക്കുന്ന കണ്ണനെ നോക്കി ഉറക്കെ പറഞ്ഞു. ഓ സോറി. അതും പറഞ്ഞ് ചിരിച്ചുകൊണ്ട് കണ്ണൻ അച്ചുവിനെ പിടിച്ചു മാറ്റി. കിച്ചു ബെഡിൽ നിന്ന് എഴുന്നേറ്റ് ശ്വാസമൊന്ന് ആഞ്ഞു വിട്ടു. അച്ചുവാണേൽ ആകെ ഷോക്കടിച്ച കുരങ്ങിനെ പോലെ നിൽക്കുകയാണ്. കണ്ണൻ മാറിയതാണെങ്കിലും പെട്ടെന്ന് കിച്ചുവിൻ്റെ നെഞ്ചത്തോട്ട് വീണതും അവൻ്റെ ദേഹത്തേക്ക് അവളുടെ ദേഹം അമർന്നതും കൊച്ചിൻ്റെ കിളി പോയിരുന്നു. ഒപ്പം അവൻ്റെ നെഞ്ചിലേക്ക് മുഖം അമർന്നതും അവൻ്റെ വിയർപ്പും പെർഫ്യൂമും കലർന്ന ഗന്ധം അവളിലേക്ക് പടർന്നു. അച്ചുവേ! എടി അച്ചുവേ! കിളി പോയി നിൽക്കുന്ന അച്ചുവിനെ കണ്ണൻ തട്ടി വിളിച്ചു. അപ്പോഴാണ് അച്ചു കണ്ണനെ ഓർത്തത്. അപ്പോൾ തന്നെ അവൻ്റെ കൈ പിടിച്ചു തിരിച്ചു. വിടടി, വിട്, ഞാനൊരു പാവല്ലേ. പാവല്ല, പാവയ്ക്ക. ഈ ഒന്നില്ലേലും നിനക്ക് തങ്കക്കുടം പോലൊരു ചുള്ളൻ ചെക്കനെ കിട്ടിയില്ലേടി, ഒന്ന് വിടടി. തങ്ങളുടെ അടുത്ത് നിൽക്കുന്ന കിച്ചുവിനെ നോക്കി പേടിപ്പിച്ചുകൊണ്ട് അച്ചുവിനോട് പറഞ്ഞതും അച്ചു അവൻ്റെ മേലിൽ നിന്ന് കൈയെടുത്തു. അതുകൊണ്ട് മാത്രം ഞാൻ വിട്ടിരിക്കുന്നു. അതും പറഞ്ഞ് അച്ചു പുറത്തേക്ക് പോയി. എന്തായി മോനെ? അത് സെറ്റായടാ നാറി. അതും പറഞ്ഞ് കിച്ചു കണ്ണനെ കെട്ടിപ്പിടിച്ചു. മിസ്റ്റർ അനിയൻകുട്ട, പ്രേമമൊക്കെ ആയിക്കോ എന്ന് വെച്ച്. കണ്ണനൊന്ന് നിർത്തി കിച്ചുവിനെ നോക്കി. അതിര് കടക്കരുത് എന്നല്ലേ? അതന്നെ, മനസ്സിലായല്ലോ.
അതും പറഞ്ഞ് കണ്ണൻ പുറത്തേക്ക് പോയി. കിച്ചു ഒരു ചിരിയോടെ ബെഡിലേക്ക് വീണു. രാത്രി അവരുടെ ഒപ്പം ഇരുന്നാണ് അച്ചു ഭക്ഷണം കഴിച്ചത്. എന്തുകൊണ്ടോ അച്ചുവിന് വല്ലാത്തൊരു സന്തോഷം തോന്നിപ്പോയി ആ നിമിഷം. വീട്ടിലെത്തിയതും അച്ചു തൻ്റെ ഡയറി എടുത്തു. ഇന്ന് നടന്ന കാര്യങ്ങളെല്ലാതും അവൾ ഡയറിയിലേക്ക് എഴുതി. ഡയറി എഴുതി കഴിഞ്ഞതും നിറഞ്ഞു വന്ന കണ്ണുനീർ തുള്ളികളെ തുടച്ചുകൊണ്ട് അവൾ മുറിയിൽ ചെന്ന് കിടന്നു. മുറിയിൽ 2 കട്ടിലിട്ടിട്ടുണ്ട്. അഞ്ചു താഴെ പായ വിരിച്ചാണ് കിടക്കുന്നത്. അവളെയൊന്ന് നോക്കിക്കൊണ്ട് അച്ചു ബെഡിൽ കയറി കിടന്നു. കട്ടിലിൽ അത്യാവശ്യം വലിയൊരു പിങ്ക് പാവയും 2 റെഡ് പാവയും ഒരു ക്രീം പാവയും പിന്നെ 2 കുഞ്ഞി വെള്ളയും പിങ്കും പാവയും കിടക്കുന്നുണ്ട്. അച്ചു അതിനെ നോക്കി നേരെ പിടിച്ച് കിടത്തിക്കൊണ്ട് വലിയ പാവയെ കെട്ടിപ്പിടിച്ച് കിടന്നു. മനസ്സുകൊണ്ട് കിച്ചുവിൻ്റെ അടുത്താണ് അച്ചു. അവൻ്റെ ഓർമ്മകളിൽ ചുണ്ടുകളിൽ പുഞ്ചിരി വിരിഞ്ഞു അവളുടെ. ഇടയ്ക്കിടയ്ക്ക് പാവയെ മുറുകെ കെട്ടിപ്പിടിക്കുന്നുണ്ട്. ഒപ്പം പാവയെ ഉമ്മ കൊടുക്കുന്നുമുണ്ട്. പിറ്റേ ദിവസം ക്ലാസ്സിൽ പോകാൻ മുടി ചീപ്പ് കൊണ്ട് ചീകി ഒതുക്കാൻ നേരം ഉമ്മറത്തേക്ക് ഇറങ്ങിയ അച്ചു കണ്ടിരുന്നു ഉമ്മറത്ത് തന്നെ ചായയും കുടിച്ച് ഫോൺ നോക്കിയിരിക്കുന്ന കിച്ചുവിനെ. അച്ചുവിൽ ഒരു പുഞ്ചിരി മുട്ടിട്ടു. ഓയ്, ക്ലാസ്സിൽ പോണില്ലേ? അവളെ നോക്കി കിച്ചു ഉറക്കെ ചോദിച്ചു. അച്ചു പെട്ടെന്ന് ഞെട്ടി അവനെ നോക്കി. റെഡിയാവാൻ പോവാ. അതും പറഞ്ഞു അച്ചു അകത്തേക്ക് കയറിപ്പോയി. വെള്ള ടോപ്പും നീല പാൻറ്റും നീല ഷോളുമാണ് അച്ചുവിൻ്റെ യൂണിഫോം. അതൊക്കെ ഇട്ട് മുടി 2 വശത്തും മെടഞ്ഞിട്ട് ബാഗും എടുത്ത് പുറത്തേക്ക് നടന്നു. നടക്കുന്ന കൂട്ടത്തിൽ വെറുതെ തലചിരിച്ച് കിച്ചേട്ടൻ അവിടെ എവിടെയെങ്കിലും ഉണ്ടോ എന്ന് നോക്കി. ഇല്ലെന്ന് കണ്ടതും ഒരു വിഷമം തോന്നി. നേരെ റോഡിലേക്ക് കടക്കാതെ പറമ്പിൽ കൂടെ കടന്ന് റോഡ് സൈഡിലുള്ളൊരു വീട്ടിലേക്ക് കയറി. അവിടെ നിന്ന് കുറച്ചു നേരം അവിടുത്തെ ചേച്ചിയോട് സംസാരിച്ച് അവിടെ പണി കഴിപ്പിച്ചിരിക്കുന്ന മുത്തപ്പൻ്റെ കുഞ്ഞൊരമ്പലത്തിലേക്ക് നോക്കി. ചെരുപ്പൂരിയിട്ട് ബാഗിൽ നിന്ന് 2 രൂപ ചില്ലറയും എടുത്ത് ആ കുഞ്ഞമ്പലത്തിലേക്ക് നടന്നു. കൈകൂപ്പി തൊഴുത് നിൽക്കുമ്പോൾ മനസ്സിൽ വന്നത് കിച്ചേട്ടൻ്റെ രൂപമാണ്. മനസ്സ് നിറഞ്ഞ് മുത്തപ്പനോട് നന്ദി പറഞ്ഞു. നടയിലേക്ക് കയറി നിന്ന് കാണുന്ന കുഞ്ഞൊരു വാതിൽ കൂടെ അകത്തേക്ക് പ്രാർത്ഥിച്ചുകൊണ്ട് ചില്ലറയിട്ടിറങ്ങി. ചെരുപ്പും ഇട്ട് ആ ചേച്ചിയോട് യാത്രയും പറഞ്ഞ് റോഡിലേക്ക് കയറി. വഴിയിലായി ആരെയും കാണാനില്ല. പിന്നെ ചുറ്റുമൊന്ന് നോക്കി ജംഗ്ഷനിലേക്ക് നടന്നു. ജംഗ്ഷൻ എത്താറായതും കേട്ടിരുന്നു ഹോണടിച്ച് പാഞ്ഞു വരുന്ന ബസ്സിനെ. ഇന്നത് കിട്ടില്ലെന്ന് ഉറപ്പായി. ഓടിപ്പോയാൽ ബസ് കിട്ടും. പക്ഷെ വേണ്ട, അവിടെ നിറയെ ആളുകളാണ്. ഓടിയ മാനം പോകും. അതും ആലോചിച്ച് പതിയെ നടന്നതും ബസ് മുന്നോട്ട് ഹോണടിച്ച് പോയിരുന്നു. ഇനി അടുത്ത ബസ്സിന് പോകണമെങ്കിൽ 10-15 മിനിറ്റ് നിൽക്കണം ഇവിടെ. അവിടെയാണെങ്കിൽ നിൽക്കാൻ ഒട്ടും താല്പര്യവുമില്ല. നിറയെ ആളുകളാണ്. ഒരു പണിയുമില്ലാതെ വന്നിരിക്കുന്ന കുറേ ചേട്ടന്മാർ കാണാം. മുഷിച്ചിലൂടെ നടന്ന് കടയുടെ അരികിലേക്ക് നീങ്ങി നിന്നതും അല്പം കഴിഞ്ഞ് ഒരു ബൈക്ക് മുന്നിൽ വന്ന് നിന്നതറിഞ്ഞതും നേരെ മുഖമുയർത്തി നോക്കി. മുന്നിൽ ദാ ബൈക്കിൽ നിന്ന് തന്നെ നോക്കി നിൽക്കുന്നു കിച്ചേട്ടൻ.